ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. ഒരു 5-10 മിനിറ്റ് കൊണ്ടൊക്കെ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് നെയ്യാണ്. നമുക്ക് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിന് 1 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പാലൊന്ന് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കി എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. പാലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഈ പാൽപ്പൊടി ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ കട്ട വല്ലം പിടിക്കുവാണെങ്കിൽ സ്പാച്ചില കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് കുറുകി വരുന്ന വരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാൻ. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് ലൂസായി വരും. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് കുറുക്കിയെടുക്കണം. നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി നമുക്ക് ഈ ഒരു സമയത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കപ്പ് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് തന്നെ വേണം നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇത് പാലിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്നവരെ വേണം ഇളക്കി കൊടുക്കാൻ. ഇതുപോലൊരു സ്പാച്ചില ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് ഈ ഒരു മിക്സ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഈ ഒരു സമയത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ പാലിൽ നിന്നൊക്കെ വിട്ട് വരുന്ന കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതൊരു ബൗളിലേക്കൊന്ന് മാറ്റാം. ഇനി ഇതിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് കൈ കൊണ്ടൊക്കെ ഉരുട്ടാൻ പറ്റുന്ന ആ ഒരു പരുവായി വരുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസാക്കി ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇനി നമുക്കിത് ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് കൊണ്ട് ഒന്നും കൂടി ഒന്ന് കവർ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്.